ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബട്ടർഫ്ലൈനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ഇതിൻ്റെ ബാക്കി തീർക്കാനുണ്ട്. ഇതിൻ്റെ ഇത് എനിക്ക് ഏറ്റവും മിസ്റ്റേക്കായി തോന്നുന്നത് പേസ്റ്റ് ഒട്ടിച്ചപ്പാണ്. എന്തായാലും നല്ല തിക്കായിട്ട് കിട്ടിയതും ചെയ്തും നമ്മൾ ആക്കി. അപ്പോൾ നമ്മൾ തിക്കായിട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് തിക്കായിട്ട് കിട്ടിച്ചൊന്ന് നമുക്ക് അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇന്നെടുക്കുന്നത്. ആദ്യം നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് അറിയാത്തവർക്ക് അറിയാം. ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു സാധനമില്ല, മറ്റേ പുഴുത്തിൻ്റെ ആ സാധനം ഉണ്ടാക്കാനാണ്. അങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഞാൻ ബട്ടർഫ്ലൈ മുറിച്ച പേപ്പറിൽ നിന്ന് തന്നെ വരച്ചെടുക്കുന്നതാണ്. ഇത്രയും വലിയ സാധനത്തിന് ബർത്ത്ഡേ എന്തിന് പേജാണ്. ബട്ടർഫ്ലൈ ഉണ്ടാക്കത്ത അറിയാത്തവർ ആരുമില്ല. സബ്സ്ക്രൈബറും അറിയാം, പിന്നെ സബ്സ്ക്രൈബ് ഇല്ലാത്തവരും അറിയാം. നമുക്ക് 10 ലൈക്ക് അറിയാം. നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഞാൻ ഫാദർ ടീച്ചർ മുറിച്ചെടുക്കാം. അതായത് ഇന്നലും വീഡിയോ എടുത്തില്ല, പിന്നെ വീഡിയോ എടുത്തില്ല, അതിൻ്റെ അപ്പുറത്ത് വീഡിയോ ഇന്ന് വീഡിയോ എടുക്കാനേ തുടങ്ങുന്നു. അന്ന് എപ്പോൾ ഇട്ട വീഡിയോ ആണ് ഇപ്പിടുന്നത്. ബട്ടർഫ്ലൈൻ്റെ കൊമ്പുണ്ടാക്കാൻ ഹാർട്ട് വർക്ക് ഇതൊക്കെ കണ്ട ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ. ഞാൻ ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ മെയിൻ പശയെന്ന് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അറിയില്ല. ചോറ് അങ്ങനത്തെ വേസ്റ്റ് എന്തെങ്കിലും ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ കഴിച്ചിട്ടായി കണ്ട. ഇത് എന്ത് നല്ല ക്യൂട്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഓരോന്ന് വരച്ചു കഴിഞ്ഞാൽ കണ്ണും മൂക്കും ഇവിടെ തന്നെ വരക്കാതെ കണ്ട. പെണ്ണാട്ടെ അവർക്ക് പെണ്ണ ഇഷ്ടം. ബട്ടർഫ്ലൈൻ്റെ മുഖം ഇങ്ങനെ വരക്കെ നമ്മ താട്ടിക്കുട്ടിതാ ഇങ്ങനെ വരച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം അങ്ങനെ വരച്ചെടുക്കാൻ വെച്ചാൽ ഇനി നമ്മൾ 2 കൊമ്പ് വെക്കണം. ഇങ്ങനെ ആ കൊമ്പ് വരക്കാൻ മതി. നമുക്ക് ഇങ്ങനെ വരക്കേണ്ടത് മതി. അതിന് വേണ്ടി ഈ ഒരു പേജ് എടുത്താൽ മതി. സബ്സ്ക്രൈബിനും അറിയാം, സബ്സ്ക്രൈബിന് എന്തറിയാനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി ചുമ്മാന്നൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നത്. ഇതിൻ്റെ ഒരു സൗണ്ടിങ്സ് അത് വേറെ ഒരു പ്രയാണം എടുത്ത് എന്ന് പറയാം. അപ്പം ഒച്ചക്ക് ഉണ്ടാക്കിയതാന്ന് പറയാൻ ഹാപ്പി ആണ്ട് ഇങ്ങനെ ഒച്ചക്ക് ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നു. അതായത് 8 വയസ്സായി കൊച്ചിനായി വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതിയാണ് 10 ലൈക്ക് സബ്സ്ക്രൈബ് വേണമെന്നാണ്. അതിൻ്റെ സബ്സ്ക്രൈബർ പറയുന്നത് ഞാൻ ജനിച്ചപ്പോൾ അവർക്കൊരു സബ്സ്ക്രൈബർ ആവാനാണ്. പറയുന്നു ഫസ്റ്റ് ചാനലായിക്കൊണ്ട് നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. കൊമ്പുണ്ടൊക്കെ ഇത്ര പണിയുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കാർട്ടൂൺ വീഡിയോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ എല്ലാവർക്കും അറിയാം. അതിന് അറിയാത്തവരാളില്ല. ടിവിയിലെപ്പോൾ കാണും.
കൊമ്പുണ്ടാക്കിയെടുത്ത് ഇതുപോലെ അതിനോട് ആവശ്യം ഉണ്ടാക്കാം. പിന്നെ ചില വീഡിയോ പഠിക്കുന്നത് ആദ്യം ഇത് കൊമ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് വളരാം. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ നല്ല സുഖം നമ്മൾ ടിക്കയച്ചിനെടുത്തത് നമ്മൾ ടിക്കയച്ചിനെടുത്ത സാധനം ഇങ്ങനെ വെച്ചാൽ അതായത് ഒന്നുകൂടി ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് അത് ഇല്ല ഈ പേപ്പർ നോക്കില്ല. എന്നാലും ഇവിടെ പേപ്പറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് പേപ്പർ പറ്റില്ല, ഈ പിങ്ക് പേപ്പർ മതി. അങ്ങനെ നമ്മൾ വരച്ചെടുക്കുക. ഇത് വരച്ചെടുക്കാൻ അത്ര വിഷമമൊന്നുമില്ല ഗൈസ്. ഇത്രയും ഈ പണിയെടുത്ത് നിങ്ങൾ പറയും ഇതിന്ന് വിഷമം, അയ്യോ എൻ്റെ കീവി നടക്കുന്നത്, എൻ്റെ തല നടക്കുന്നത് എന്ന് പറയുന്ന ആളുകളാണ് മടി ആളുകൾ. എനിക്കാണ് മടിയൊന്നുമില്ല. ഇത് ഉണ്ടാക്കി ഈസി ഇല്ല. ഇത്രയും ബട്ടർഫ്ലൈ നമ്മൾ ഇത്ര ചെയ്തില്ല. ബട്ടർഫ്ലൈ കൊണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി 8 മിനിറ്റ് ഞാൻ അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും 10 ലൈക്ക് തരണം. ആ ലൈക്ക് അങ്ങനെ ഓണാക്കിയാൽ മതി. അത്ര മതി. നമ്മൾ ഇത് ഒരു പാടിൻ്റെയാണ് എടുക്കുന്നത്. രസമാണ്. ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഇപ്പം തന്നെ ആരും അപ്പം ഈസ് വെച്ചിട്ടായിട്ട് ഒട്ടിക്കലും. എൻ്റെ ലാസ്റ്റ് കൊള്ളാമോ ഒന്നും അറിയില്ല. പുസ്തകം പൊട്ടിച്ച് ഒരു വിചാരമില്ല. എനിക്കറിയെന്തോ കാണാൻ നല്ല ദിവസം ഉണ്ടാവും സ്കൂൾ കുട്ടികൾ. അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ കമ്പി ഉണ്ടാക്കി ഇപ്പം നല്ല പൈസ പറ്റും. ഇതിൽ ഒഴിവാക്കാം നമ്മളെ ചെയ്ത വാർത്ത എങ്ങനെ എടുക്കാൻ ചെറിയൊരു മൂടുണ്ടാവും. നമുക്ക് ആ ഹാർട്ട് ഇങ്ങനെ ആക്കാം. പിന്നെ അതിനെ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് അടിച്ച് കൊല്ലൊക്കെ ഹാർട്ടിലേക്ക് കൊല്ലുന്നുണ്ട്. ഞാൻ വെറുതെ ഒരു കാലും മൂക്ക് വെച്ച് കൊടുക്കണം. ഹാർട്ടിൻ്റെ അടിച്ച് കാലും ഈസിയാണ്. ഒരു 5 മിനിറ്റ് വെക്കാം. ഇത്തിരി കുമ്മിക്കച്ചിനെ വെച്ചിട്ടാണ് കാളമുണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇന്നേക്ക് ഒരു കാണാം. പിന്നെ ബട്ടർഫ്ലൈയിൽ കാണില്ലാത്തവർക്ക് കണ്ടിച്ചു. ഇത്രയുള്ളൂ ഇങ്ങനത്തെ തട്ടിക്കൊട്ടി ബട്ടർഫ്ലൈ. ഇത്രയുള്ളൂ. ബാക്കിയുള്ള കളിയിട്ട് ഫ്ലോം പ്ലേ ഉണ്ടാക്കുന്ന പ്ലേയേഴ്സാണ്. ചിരിക്കുമോ കളിയുമോ എന്താക്കും വീഡിയോയിൽ ശരിക്കും പറഞ്ഞിട്ടോ. അതായത് എനിക്ക് തന്നെ തോന്നിയത് എന്തോ ആക്കി വെച്ചത് എനിക്ക് തോന്നുന്നു.
പേപ്പർ വെച്ചിട്ട് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാം. എന്തെങ്കിലും ഒരു ഡിസൈൻ അത് മതി, ഇത്ര വല്ലതും ഡിസൈൻ ചെയ്യണ്ട. ഇതാണ് എൻ്റെ ദേഷ്യം. എത്ര വലിയ ദേഷ്യം വെച്ച് എനിക്കെന്താ ഒരു കൊമ്പ് കാണാണ്ട് ഇപ്പം മനസ്സിലാകുന്നു. ഇത് ഉണ്ടാക്കാൻ ലിച്ചസ് പേപ്പർ കൊണ്ടാണോ ഇത് ഉണ്ടാക്കുന്നത്, എലി വരച്ചിട്ടാണോ ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ടെൻഷൻ. ഇതുണ്ടാക്കാൻ ഇത്ര ഈസിയാണ്, എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞതില്ല എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യമാണ്, പക്ഷെ അത് പുഷായിട്ടെന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം പുഷു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വന്നു നമ്മളെ ജീവൻ രക്ഷിച്ചു എന്ന് പാട്ട്. ചട്ടിലെ ബട്ടർഫ്ലൈ ആണ് എൻ്റെ ജീവന്. ആനിമൽസിന് ബട്ടർഫ്ലൈ ആണ് ഏറ്റവും രസം, പക്ഷെ പുഷായിട്ട് വരുന്ന ബട്ടർഫ്ലൈയും നമ്മളെ ബട്ടർഫ്ലൈയും ഒരേപോലെയല്ലേ എന്ന് എൻ്റെ മനസ്സാണ്. ഇതാണ് കുഞ്ഞൊരു സാധനമാണ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ വീട്ടിൽ കാച്ചോട് തടി കൊള്ളാൻ നിൽക്കണ്ട. അപ്പം കട്ടിമേട് അപ്പം നമ്മൾ പറഞ്ഞിന് കട്ടിമേട് ഇങ്ങനെ ഉണ്ടാക്കട്ടാ. ഇങ്ങോട്ടൊരു പേപ്പർ ഷീറ്റ് എടുത്ത് എന്തായാലും രസമില്ലേ കട്ടിമേട്? എന്തായാലും കുറവൊന്നുമില്ലാന്ന് പറയില്ല. കാരണം കട്ടിമേട് ഉണ്ടാക്കാൻ അറിയാത്തവർ ആരുമില്ല, പക്ഷെ ഞാനുണ്ട്. എനിക്ക് ഈ കട്ടിമേട് എന്ന് പറഞ്ഞത് ഒരു ചോദിച്ചിട്ട് ഞാൻ ഇനിയില്ലാതെ ആ വീഡിയോ കണ്ടിട്ട് നിർത്തി. ഇപ്പൊ ആ മറ്റേ ഈ ഒരു പേപ്പർ ഇല്ലാന്ന് ഇത്ര പറഞ്ഞ ആളുകൾ ഈ പേപ്പർ ഇല്ല. ഈ പേപ്പർ മാത്രമല്ല, കാർഡ്ബോർഡും ചിച്ച് അങ്ങനെ ആക്കാം അല്ലേ. ഹാർട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നല്ലോ, അതായത് അത്രയും രസമുണ്ടാവും. ബാക്കിയെല്ലാം തട്ടിക്കുട്ടിയ കാട്ടാം, തട്ടിക്കുട്ടി സാധനം കുഞ്ഞു കാശിനായി ചൊട്ടിച്ചു കൊടുക്കാം. ഡിസൈന് നമ്മളെ പണ്ടില്ലൊരു കാര്യമില്ലേ, നമുക്ക് ഡിസൈനും അറിയാം ഡിസൈനും അറിയാം. ഡിസൈൻ എന്താന്ന് എല്ലാവർക്കും അറിയാം, ആരും അറിയാത്തതില്ല. ഇത്ര സാധനം ഇത്ര സാധനം ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. കാലാക്കാൻ വേണ്ടി 2 സാധനം പിടിച്ചത് മതി, അത് കാലാക്കാം. ലവ് ഹാർട്ട് നടുക്കൊട്ടിച്ചു. ഒരിക്കലും നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ചെയ്യാത്ത ആളുകൾ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇതിങ്ങനെ ചെയ്തൊക്കെ. ഞാൻ നിങ്ങൾക്ക് ഈസി അയച്ചതാണ് വരുന്നത്, ടഫ് അയച്ചില്ല. ചിലപ്പോൾ ടഫ് പോകണം, നമ്മൾ അത് ഈസി ആയിട്ട് എടുക്കണം. ടഫ് ഈസി എന്ന് നമ്മളെ ചിന്ത അല്ലേ, ആ ചിന്ത മാറ്റിക്കും. ഇത് ഒട്ടുന്നില്ല, പിന്നെ അത് ഞാൻ കളയുന്നു. പിന്നെ സോഫ്റ്റാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ലിക്വിഡ് നമ്മൾ
ഒഴിച്ചെടുത്താൽ മതി. പേ ഇട്ടു, ഇത് ഇട്ടിട്ടുണ്ട്. ആ ലിക്വിഡ് ഒഴിക്കുന്നുണ്ട്. ലിക്വിഡ് ലിക്വിഡ് കീഴടിച്ചിട്ട് വയ്ക്കാം. നമ്മുടെ പ്ലാന് അടിപൊളി. ലിറ്റർ പേപ്പർ കൊണ്ടാണ് ഡിസൈൻ ചെയ്തത്. ഇത് നിങ്ങളെന്ന് പറയണം അത്രയ്ക്കും. പിന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ നമ്മൾ ലിക്വിഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ആ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു കട്ടി കളർ കിട്ടും. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് എന്താല്ലേ. ഇതുണ്ട് ലിറ്റർ പേപ്പർ പോലത്തെ. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. ഒഴിച്ച് പിന്നെ പെൻസിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് വെച്ചു. നല്ല രസത്തിൽ സിമ്പിൾ. ഇത്രയും സിമ്പിളായിട്ടൊരു കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. ഉണ്ടാക്കാൻ കഴിയും. ട്രൈ നോൾ. ഇതെന്താ ഞാൻ പറഞ്ഞതല്ലോ. ഇത്രയും ഈസായ ഒരു സാധനം നമുക്ക് ഒരിക്കലും ഉണ്ടാക്കില്ല. ഒരു ബട്ടർഫ്ലൈ അതൊക്കെ. ഇന്ന് ഒരു കാട്ടും പേടി അതൊക്കെ ഇല്ല. അന്ന് എനിക്കും കാട്ടിപ്പേടി എങ്ങനെ ഉണ്ടാക്കണോ ഇങ്ങനെ ചെയ്യുന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഒരു അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ അത്ര ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടമായാൽ ഒന്ന് ഇഷ്ടം കമൻറ്റിൽ പറയുന്നത്. എന്നാലും എനിക്ക് ആശ്വാസം ഉണ്ടാവും. എൻ്റെ സബ്സ്ക്രൈബ് നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞു. നിങ്ങൾ ആണ് നമ്മുടെ ഈ ട്രസ്റ്റ് വിറ്റ് ഈ കുറിച്ച് നാളെ നമുക്ക് ഇവയെ കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഈയാണ് നമ്മുടെ പിന്നെ കളർ അടിച്ചെടുക്കാന്ന് കൂടെ പറയാം. അതിന് ഈ കളർ യൂസ് ചെയ്താൽ മതി. വേറെ ഒരു കളർ യൂസ് ചെയ്യണ്ട. നമ്മളെ ഒരു അത്യാവശ്യം ഒരാൾ പക്ഷേ ഇതിനപ്പുറം ഓറഞ്ച് കഴിയുമ്പോൾ അത് അത്യാവശ്യം നമുക്ക് എത്ര മണി കളർ അടിച്ചെടുക്കാം. അതായത് കളർക്ക് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വിചാരിച്ചത്. ക്ലാസ്സിന്റെ മേലെ മൊബൈൽ വെച്ചിന് മോള് ഇത്രയും കളർ അടിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര കളർ അടിച്ചെടുക്കാൻ നമുക്ക് ഇത്ര കളറിൽ കൊള്ളും. ഞാൻ സ്പീഡാക്കുന്നുണ്ട്. എനിക്ക് ഈ സ്പീഡ് പറഞ്ഞത് അത്യാവശ്യമാണ്. അതുകൊണ്ട് സ്പീഡ് ഉണ്ടാവും. ഇവിടെ മുമ്പ് റെയിൻബോ കൊടുത്ത് നമ്മളെ സംഭവം അടിപൊളിയാണ്. റെയിൻബോ പിന്നെ ഈ സാധനം ഒട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് ഒട്ടിച്ചു. അതിങ്ങനെ നമ്മുടെ ഇങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ലൈന് എന്തായാലും വരക്കണ്ടേ. ഔട്ട്ലൈന് വരക്കണ്ട. പിന്നെ എന്ത് അതിന് ഔട്ട്ലൈൻ ഉണ്ട്. നമ്മളെ ഔട്ട്ലൈൻ ഇല്ല. അങ്ങനെ പറഞ്ഞ പച്ച നമ്മൾ ഔട്ട്ലൈന് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഡിസൈനായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും അടിപൊളി സാധനമാക്കുന്നത്. ഇനി കട്ടിമേട് വെച്ച് ചുമന്ന് ആക്കണം. ഇത്രയും വിചാരിച്ച കാര്യം ആർക്കും ഉണ്ടാക്കാൻ അറിയട്ടെ എന്ന് പറയട്ടോ. നമ്മളിത് കട്ടിക്കുട്ടിയാക്കിയാലും നിങ്ങൾ സൂപ്പറായിട്ടാക്കണം കേട്ടോ. നമ്മളിത് തട്ടിക്കുട്ടിയാണ് ആക്കിയത്. അപ്പം നമ്മൾ സൂപ്പറായിട്ടൊന്നാക്കണം.
പാട്ടും പാട്ടും പാടിക്കൊണ്ട് കാട്ടുപാടുന്നു. ഇല്ല ചോദിക്കേണ്ട ഈ ഒരു സാധനം ഫൈനലി നമ്മ ഇങ്ങനെ ഉണ്ടാക്കി. ഫ്ലോറിൽ ഒട്ടിച്ചില്ല. പൈസ വെച്ചാണോ ഉണ്ടാക്കിയത്, കൊളായിച്ചാണോ ഉണ്ടാക്കിയത് നിങ്ങളിപ്പോൾ പറയില്ലേ? പറഞ്ഞാലും നമ്മളൊരു ജീവനുണ്ട്, അപ്പുറത്ത് തിരിച്ചു വെച്ചാലും ജീവനുണ്ട്. ഈവനും ഈയൊരു പത്തെ കാലുണ്ട്, അത് ഞാനായി മാറി. എൻ്റെ ആഗ്രഹം പിന്നത്തിൽ ഉണ്ടാക്കിച്ച് ഒരു 10 ലൈക്ക് എഴുതണം. പക്ഷെ നിങ്ങൾ ആഗ്രഹം ഇങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് ഉണ്ടാക്കണം. എന്നാ നമ്മളാഗ്രഹം നമ്മളെ സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഇങ്ങനെ കാച്ചെടുത്താൽ മതി. ഇതിനെ അയച്ചിട്ടില്ല.